ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് വരുന്ന സമയം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കൃത്യം 5 മണിക്ക് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും നേരം വൈകൂല. ഉറപ്പായിട്ടും എല്ലാ ദിവസവും കൃത്യം 5 മണിക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ 5 മണിക്ക് എല്ലാ ദിവസവും മറക്കരുത്. കൃത്യം 5 മണിക്കോ? 5 മണിക്ക് ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നിട്ട് ഉറങ്ങുമല്ലോ. 5 മണിക്ക് എങ്ങനെ നടക്കുമോ? എന്ത് ചെയ്യും? 5 മണിക്കല്ലേ ഏതായാലും വരിക. ഏതൊരു 5:30 അലാറം വെച്ച് കിടക്കട്ടെ. A few moments later. എന്തൊക്കെയായിരുന്നു 5 മണിക്ക് വീഡിയോ വരും, ബെല്ലൈക്കൺ ഞെക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് 5:30 5:30 എവിടെ വീഡിയോ? മനസ്സിൻ്റെ ഉറക്കം കളഞ്ഞു. ഇപ്പോൾ വീഡിയോ ഇല്ല. എന്ത് ഇതേപോലെ തൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും, ഒരു കൃത്യസമയത്ത് വീഡിയോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ കൃത്യസമയത്ത് അവർ കാത്തു നോക്കുമ്പോൾ കൃത്യസമയത്ത് വീഡിയോ ചിലപ്പോൾ വന്നിരിക്കണമെന്നില്ല. അതിനുള്ള കാരണങ്ങൾ 2 കാരണം നമ്പർ 1, പെട്ടെന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു, അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ എഡിറ്റിങ്ങും കഴിഞ്ഞു. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് അന്തം വിട്ടത്. 5523 MB ഉണ്ട്. ഇത്രയും MB ഉള്ള വീഡിയോ നമ്മൾ ഈ കുറഞ്ഞ നെറ്റിനൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്പീഡും ഇല്ല തേങ്ങയില്ല, ഇതൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാവോ? കാരണം നമ്പർ 2, ഒന്നാമത്തെ കാരണം പോലെ തന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണുമ്പോൾ തന്നെ കളിച്ച് MB ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് 1005 MB ഉണ്ട്. ഇത്രയും MB നമ്മുടെ ഫോണിലില്ല. ആകെ 100 MB ബാക്കിയില്ലേ. ഇനി എങ്ങനെ 1005 MB കിട്ടും? എങ്ങനെ അപ്ലോഡ് ചെയ്യും? അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് കയറ്റുക എന്നുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെടുത്ത വീഡിയോ ഈ ആപ്ലിക്കേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് കംപ്രസ് ചെയ്തിട്ട് നമുക്ക് തരും. കംപ്രസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു തുള്ളി ക്വാളിറ്റി പോലും പോകാതെ നമ്മുടെ വീഡിയോസിൻ്റെ MB സൈസ് കുറച്ചിട്ട് നമുക്ക് തരും. അപ്പോൾ നമുക്ക് ഏത് കുറഞ്ഞ നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിലും നമുക്ക് ഫാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ നെറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതിന് വളരെ സിമ്പിളാണ്. നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പാൻഡ കംപ്രസറിന് സെർച്ച് ചെയ്തിട്ട് ഈ വരുന്ന ഇതേ ലോഗോ ഉള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസൊക്കെ കാണിച്ചു വരും. ഇതിൽ ഇത്തരത്തിൽ ഏത് വീഡിയോ ആണ് നമുക്ക് കംപ്രസ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ആണ് കംപ്രസ് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1.3 GB അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും കുറേ അധികം ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. 1.3 GB ഇതിൻ്റെ സൈസ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കുറേ അധികം ഓപ്ഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കംപ്രസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് 3ാമത്തെ ഓപ്ഷനാണ്. 3ാമത്തെ ഓപ്ഷൻ ലാർജ് ഫയൽ ജസ്റ്റ് കംപ്രസ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കംപ്രസ് കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാണ്ട ഇത് വീർപ്പിച്ച് വലുതാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും നമ്മുടെ സൈസ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. A few moments later. സോ നമ്മുടെ സാധനം ഇവിടെ ഫുള്ളായിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 1.3 GB ഉള്ള ആ ഒരു വീഡിയോ ഒറ്റയടിക്ക് 73 MB ആക്കി എടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ എടുക്കാൻ കൊടുക്കുന്നുണ്ട് 1.3 GB ഉള്ളത് ഒറ്റയടിക്ക് 73 MB ആക്കി കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ താഴെ കാണുന്ന സേവ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലോട്ട് എത്തുന്നതായിരിക്കും. വീഡിയോ പാണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈഡിലോട്ട് ഇവിടെ എത്തുന്നതായിരിക്കും. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സംഭവം ഇതാണ്. ഒട്ടും ക്വാളിറ്റി ഒരു കുറവുമില്ല. നമ്മൾ എടുത്ത അതേ ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ആദ്യം സംഭവം ഒരു പരസ്യം പോലെ ചെയ്തിട്ട് പിന്നെ പരിചയപ്പെടുത്തുന്നതിലോട്ട് ഇന്ന് ചെയ്ത പോലെ തന്നെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ബൈ.